ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സുത്തുക്കുട്ടികളെ, നമുക്കിന്നൊരു രസകരമായ രത്നക്കൊള്ള ഡയമണ്ട് റോബറി സിനിമ കാണാം. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഹൈസ്റ്റ് പടമാണത്. കാരണം വളരെ സിമ്പിളായി, വെൽ പ്ലാൻഡായി, നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും കൊടുത്തിട്ട് ഒരാൾ ഈ ഡയമണ്ട് എല്ലാം അടിച്ചു മാറ്റുക. അതും ആ ഡയമണ്ടിന് പോലും അറിഞ്ഞുകൂടാ തന്നെ ഒരുത്തനെ അടിച്ചു മാറ്റിയെന്ന്. ഇതൊക്കെ ചെയ്യുന്നാവട്ടെ 65 വയസ്സുള്ള ഒരു തൂപ്പുകാരനാണ്, ഒരു മുത്തശ്ശനാണ്. അതാണ് അതിലെ ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം. ഇനി അതെങ്ങനെയാണെന്ന് കാണണ്ടേ? അതിനുവേണ്ടി പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പഴയ കൂട്ടുകാർ തംസപ്പ് അമർത്തിയാൽ മതി. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. 2007 ഇറങ്ങിയ ഫ്ലോലെസ്. ഈ സിനിമയുടെ തുടക്കത്തിൽ ആഫ്രിക്കയിൽ നിന്നുമാണ് അധികമായിട്ട് രത്നങ്ങൾ വരുന്നത്. അത് നിങ്ങൾക്കറിയാലോ. ശരിക്കും സോഴ്സിൽ ധനികമായ രാജ്യമാണ് ആഫ്രിക്ക. അതിന് ബാക്കിയുള്ള നാട്ടുകാരെല്ലാം മുതലെടുത്ത് അവരിപ്പോഴും പട്ടിണിക്കിട്ടാണ്. അതിലെ പൊളിറ്റിക്സ് മാത്രം അറിയുന്നില്ല നമുക്ക്. ഇപ്പോഴാണെങ്കിൽ അവിടെ യുദ്ധവും നടക്കുന്നുണ്ട്, അതും ആരും സംസാരിക്കുന്നില്ല. എന്തായാലും അവിടെ നിന്നാണ് ഈ അധിക രത്നങ്ങളൊക്കെ വരുന്നത്. അതൊരു സാധാരണ വെള്ളാരം കല്ല് പോലെയാണ് കാണാനുണ്ടാവുക. ഇതിനെടുത്ത് പോളിഷ് ചെയ്ത് പ്രത്യേക രീതിയിൽ പല മുഖങ്ങളായി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഡയമണ്ട് ഉണ്ടാക്കുന്നത്. അതൊരാളുടെ ആഭരണമായിട്ട് മാറുമ്പോഴേക്കും ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഇത് ഖനനം ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അതിന് അത്രയും വിലയുള്ളത്. ഇപ്പൊ പ്രസന്റ് ഡേയിൽ ഒരു സുന്ദരിയായ യുവതി എങ്ങോട്ടോ ധൃതിപ്പെട്ടു വരുന്നുണ്ട്. അവരൊരു വയസ്സായ സ്ത്രീയെ കാണാൻ വന്നിരിക്കുക. ഈ സുന്ദരിയായ യുവതി ഏതോ ന്യൂസ് പേപ്പറിലെ എഡിറ്ററാണ്. അവരുടെ ആഴ്ച പതിപ്പിൽ അവർ പുതിയൊരു ആർട്ടിക്കിൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. 60-70 കാലഘട്ടങ്ങളിലെ വർക്കിംഗ് വുമൻസിനെ പറ്റിയിട്ടാണ് അവർ ആർട്ടിക്കിൾ എഴുതുന്നത്. ആ സമയത്ത് ഈ അമ്മൂമ്മ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് അവരുടെ ആ കാലത്തെ വിശേഷങ്ങളെ ചോദിച്ചറിയാനാണ് നമ്മുടെ ഈ സുന്ദരി വന്നിരിക്കുന്നത്. അവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്, നിങ്ങൾ ലണ്ടൻ ഡയമണ്ട് കോർപ്പറേഷനിൽ വർക്ക് ചെയ്തിരുന്നല്ലോ. ആ കാലഘട്ടത്ത് സ്ത്രീകൾ വീട് വിട്ട് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന കാലമാണ്. എന്നിട്ടും നിങ്ങളൊരു കമ്പനിയിലെ മാനേജറായി വർക്ക് ചെയ്തിരുന്നു. ഒരേ ഒരു സ്ത്രീയാണ് ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നത്. അത്രയും പുരുഷന്മാരുടെ ഇടയിൽ ആ ഒരു ചാലഞ്ചിനെ നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ആ കഥയാണ് എനിക്ക് അറിയേണ്ടതെന്ന് എഡിറ്റർ ചേച്ചി അമ്മൂമ്മയോട് പറയുന്നു. അപ്പൊ അമ്മൂമ്മ പറയും, ഞാൻ ഒരുപാട് നാളായി ഈ സിറ്റിയിൽ കാൽപാദം പതിച്ചിട്ട്. 40 വർഷമായിട്ട് ഞാൻ ഈ നാട്ടിലില്ല. ഐ വാസ് എ ഫ്രീ വുമൺ. അതെന്തുകൊണ്ടാണെന്ന് പത്രക്കാർ ചോദിക്കുക. അപ്പൊ ഇവരൊരു ഡയമണ്ട് എടുത്ത് കാണിച്ചു കൊടുക്കും. വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഡയമണ്ട്, 168 ക്യാരറ്റ്സ്, 58 മുഖങ്ങളുള്ള ആഫ്രിക്കൻ കട്ട് ഡയമണ്ട്. ഇതിവർ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഞാനിതാ ലണ്ടൻ ഡയമണ്ട് കമ്പനിയിൽ നിന്നും മോഷ്ടിച്ചതാണെന്ന്. എന്നിട്ട് ഇവര് ഈ പത്രക്കാരി കൊണ്ടുവന്ന റെക്കോർഡർ ഓഫാക്കും. അപ്പൊ ആ പത്രക്കാരി ചോദിക്കുക, അപ്പൊ മാഡം നിങ്ങൾ ഇത്രയും കാലമായിട്ട് ജയിലിലാണോ ഉണ്ടായിരുന്നതെന്ന്. അവർ ചിരിക്കും. എന്നിട്ടാണ് ആ അമ്മൂമ്മയുടെ പഴയ കഥയിലേക്ക് പോകുന്നത്. 1960 ലണ്ടൻ നഗരം, അവിടുത്തെ ലണ്ടൻ ഡയമണ്ട് കമ്പനി. അവിടെ ജോലി ചെയ്യുന്ന ഏക വനിതയായിരുന്നു നമ്മുടെ മിസ് ക്വീൻ. ഒരുപാട് പുരുഷന്മാരാണ് ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇവരാവട്ടെ നന്നായി പഠിച്ച് ഒരുപാട് ടാലൻ്റ് ഒക്കെ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് ഈ ജോലിയിൽ പ്രവേശനം കിട്ടിയത്. ആ ജോലി അവർ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. കാലത്ത് എല്ലാവരും വരുന്നതിന് മുന്നേ വരികയും എല്ലാവരും പോയി കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുക. ഓഫീസിലായിരുന്നു അവരുടെ ഡ്യൂട്ടി. എല്ലാ ദിവസവും രാവിലെ ഈ കമ്പനിയിൽ ഒരു പ്രധാന മാനേജറുണ്ട്. പുള്ളിക്കാരൻ വന്ന് ലോക്കർ റൂം തുറക്കും. അതിനകത്താണ് ഇവരുടെ കളക്ഷൻ ഓഫ് ഡയമണ്ട്സ് ഉള്ളത്. ഈ കളക്ഷനിൽ നിന്ന് 2 ചട്ടി ഡയമണ്ട് എടുത്തുകൊണ്ട് പോയി അവിടെയുള്ള ജോലിക്കാർക്ക് കുറച്ചായിട്ട് തവിയിൽ വിളമ്പി കൊടുക്കും. ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ജോലിക്കാർ പോലും സെക്യൂരിറ്റി മുറിയിൽ നിന്നാണ് ജോലി ചെയ്യുക. അവരിതിന്റെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്ത് പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് ലോകം മുഴുവൻ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തുള്ള വലിയ ഡയമണ്ട് കമ്പനികളിൽ നമ്പർ 1 സ്ഥാനത്തായിരുന്നു ഈ ലണ്ടൻ ഡയമണ്ട്സ്. 2 ടൺ ഡയമണ്ട്സ് ആണ് അവർക്ക് കളക്ഷൻ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഷെയർ ഹോൾഡേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ഈ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഷുറൻസ്, ബാങ്കിങ്, അതെല്ലാം ഉണ്ട്. ഇപ്പൊ ആ കമ്പനിക്ക് ചുറ്റും കുറെ സാമൂഹ്യ പ്രവർത്തകർ പ്രതിഷേധം ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആഫ്രിക്കയിൽ ഡയമണ്ട് മൈനിങ് ചെയ്യുന്നതുകൊണ്ട് കുറേയധികം ആൾക്കാർ, അവിടുത്തെ ജനങ്ങളും കുട്ടികളും മരണപ്പെട്ടു. അതിനാലാണ് ഈ പ്രതിഷേധക്കാർ കമ്പനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്. ഒരു വയസ്സായ മനുഷ്യനാണ് ഓണർ. പുള്ളിക്കാരൻ എങ്ങനെയൊക്കെയോ ഈ പ്രതിഷേധക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങേരുടെ ഓഫീസിനകത്തേക്ക് വരും. അവിടെ എല്ലാ ജോലിക്കാരും ഉണ്ട്. പുള്ളി ഗൗരവത്തോടെ എത്ര പേര് ആഫ്രിക്കയിൽ മരണപ്പെട്ടു എന്ന് ചോദിക്കും. 100-ലധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അത് കേട്ട പുള്ളി, നമ്മുടെ കച്ചവടത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ജോലിക്കാർ പറയാണ്, സോവിയറ്റ് യൂണിയനും റഷ്യയും ഇപ്പൊ നമുക്കെതിരായിട്ടുണ്ട്. നമ്മുടെ കുറ്റം കൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. അവര് രക്ഷപ്പെടാൻ വേണ്ടി നമുക്കെതിരെ വിരൽ ചൂണ്ടുന്നു. കുറച്ചു കാലത്തേക്ക് ഗ്ലോബൽ സപ്ലൈ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതിൽ റഷ്യക്കാരാണ് ഒരുപാട് ഡയമണ്ട്സ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അവരാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇനി ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കില്ല എന്നും പറഞ്ഞു. ഈ കുഴപ്പങ്ങളൊക്കെ ശരിയാക്കാൻ നമുക്ക് 2 ദിവസമേ ഉള്ളൂ.
എന്തെങ്കിലും സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യണമെന്ന് മുതലാളി പറയും. എന്നിട്ട് മീറ്റിംഗ് പിരിച്ചുവിടുന്നു. അങ്ങനെ എല്ലാവരും പോകാൻ നിൽക്കുമ്പോഴാണ് മുതലാളി 1 മിനിറ്റ് എല്ലാവരും നിൽക്കണേ, പുതിയൊരു അറിയിപ്പുണ്ട്. നമ്മുടെ മാനേജിംഗ് ഡയറക്ടറായി ഞാൻ പീറ്റർ ബോളണ്ടിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇനി അങ്ങേരാണ് നിങ്ങളെ നയിക്കാന്ന് പറയും. ഇത് കേട്ട് എല്ലാവരും കൈയടിക്കുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിന്റെ മുഖം മാത്രം വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇത് കഴിയുമ്പോഴാണ് അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ ഹീറോയിനെ വന്ന് കണ്ടിട്ട്, നിങ്ങൾക്ക് പകരം ബോളണ്ടിനെ മാനേജറാക്കിയത് ശരിയായില്ല. ഏറ്റവും കൂടുതൽ കഴിവുള്ളത് നിങ്ങൾക്കാണ്, അതിന് അർഹതയുള്ളത് നിങ്ങളാണ്. പിന്നെന്തിനാണ് ആ വയസ്സായ മനുഷ്യൻ ഇങ്ങനെ ചെയ്തതെന്നറിയില്ല. അത് കേട്ട് ഹീറോയും പറയും, അങ്ങേർക്ക് നല്ല അറിവുള്ളത് കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരനെ അപ്പോയിന്റ് ചെയ്തത്. ബോളണ്ടിന് എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉണ്ട്. അയാളുടെ വാക്ചാതുര്യം കൊണ്ട് പുതിയ ബിസിനസ് നമുക്ക് പിടിക്കാൻ പറ്റും. മാത്രമല്ല എനിക്ക് ഓഫീസിൽ ഇരിക്കുന്നതാണ് ഇഷ്ടമുള്ള കാര്യം, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയണ്ടല്ലോ. ഇതൊരു നല്ല തീരുമാനം തന്നെയാണെന്ന് ഹീറോയിൻ ആ പയ്യനോട് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ഹീറോയിൻ ആ പൊസിഷൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന, ഓരോ തവണ പ്രൊമോഷൻ കിട്ടുമ്പോഴും അത് മറ്റാർക്കെങ്കിലും ആണ് ആ ഓണർ കിളവൻ കൈമാറുന്നത്, ഹീറോയിന് കൊടുക്കുന്നില്ല. പക്ഷെ പരാജയത്തിൽ ഒന്നും തന്നെ ഹീറോയിൻ തളർന്നു പോകുന്നില്ല. അവൾ എപ്പോഴും തന്റെ ലക്ഷ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ഡെസ്കിന് മണ്ടേ വയ്ക്കും. ഈ കമ്പനിയിൽ ഒരു ഫീമെയിൽ മാനേജർ വരും, അത് താനായിരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൾ ഇന്നും കാത്തിരുന്നതാ. പക്ഷെ നടന്നില്ല. സോ തന്റെ പേപ്പറിൽ 0 എന്ന് എഴുതിയിട്ട് അവൾ അത് ചീന്തിക്കളയും. അത് കഴിഞ്ഞ് നീ തോറ്റു കൊടുക്കരുത്, വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ടും നീ ജയിക്കും എന്ന് എഴുതി വെച്ചിട്ട് അവളത് മടക്കി വീണ്ടും ഡെസ്കിന് മണ്ടേ വയ്ക്കുക. പഴയതുപോലെ തന്നെ തോറ്റു കൊടുക്കാൻ അവൾ തയ്യാറാവുന്നില്ല. വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യാണ്. അവളുടെ കൂട്ടുകാരികൾ ഏതോ പാർട്ടിക്കൊക്കെ അവളെ വിളിക്കുന്നുണ്ട്. അതിനുപോലും പോകാതെ അവൾ ജോലി ചെയ്യുന്നു. അങ്ങനെ ലേറ്റ് നൈറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൂപ്പുകാരൻ അപ്പൂപ്പൻ അങ്ങോട്ട് വരുന്നത്. അദ്ദേഹം മേഡത്തിനൊരു വണക്കമൊക്കെ വെച്ചിട്ട് ആ മുറിയെല്ലാം ക്ലീൻ ആക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത് നിങ്ങളാണ് മേഡമെന്ന് പുള്ളിക്കാരൻ പറയും. അതിനവൾ ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ജോലിയെല്ലാം തീർത്ത് പെണ്ണ് തന്റെ ടൈം എക്സിറ്റ് സൈൻ ചെയ്തതിന് ശേഷം കമ്പനിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. വീട്ടിൽ വന്നിങ്ങനെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോഴാണ് അവൾ തന്റെ കമ്മലൂരി നോക്കുക. ഇവളുടെ കയ്യിലും ഡയമണ്ട് ഉണ്ട്. അത് അവൾ സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിച്ച 2 ചെറിയ ഡയമണ്ട്സ്. ഇപ്രാവശ്യം പെണ്ണിന് മനസ്സിലൊരു കുറുമ്പ് തോന്നും. അവൾ ഇതിൽ ഡയമണ്ട് അഴിച്ചു മാറ്റി കൈനഖത്തിനിടയിലേക്ക് മെഴുകുവെള്ളം ഉറ്റിച്ചിട്ട് അതിലേക്ക് ഡയമണ്ട് ഒട്ടിച്ചു വയ്ക്കും. എന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ, ആർക്കെങ്കിലും പിടികിട്ടുമോ ഇതിങ്ങനെ ഒളിച്ചു കൊണ്ടുപോയാൽ എന്ന് പരിശോധിക്കുകയാണ്. കുഴപ്പമില്ല, പറ്റുന്ന ടെക്നിക്കൊക്കെ ആണെന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നറിയില്ല. പിറ്റേന്ന് ഇവരുടെ കച്ചവടത്തിന് വേണ്ടി ഒരു പുതിയ ഐഡിയ ആലോചിച്ചിട്ട് ഹീറോയിൻ അത് അവളുടെ ബോസിനോട് പറയുക. സർ, റഷ്യക്കാർക്ക് എന്തായാലും നമ്മുടെ ഡയമണ്ട്സ് വേണം. ഇപ്പൊ ഗ്ലോബൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് അവർ വാങ്ങിക്കാൻ മടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പബ്ലിക്കലി റഷ്യയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. എന്നിട്ട് സൈലന്റായി അണ്ടർ ബിസിനസ് അവരുമായിട്ട് നടത്തുകയാണ്. അതിനവർ സമ്മതിക്കും. നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ എന്ന് ഹീറോയിൻ പറയും. അതൊരു നല്ല ഐഡിയ ആണെന്ന് കൂടുള്ളവരും പറയുന്നുണ്ട്. ബോസും അത് ആലോചിക്കും. ഇത്രയും നല്ല ഐഡിയ പറഞ്ഞ ഹീറോയിനെ അയാൾ പ്രശംസിക്കുന്ന പോലുമില്ല. ആലോചിക്കാമെന്ന് പറഞ്ഞു വിടാണ്. അത് കഴിഞ്ഞ് ഇവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ബാങ്ക് മാനേജർ അങ്ങോട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരൻ ഇത്തിരി പഞ്ചാരയാണ്. പലതവണ ഹീറോയിനുമായി ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാ. പക്ഷെ ഹീറോയിൻ സമ്മതിച്ചിട്ടില്ല. അവളുടെ സൗന്ദര്യവും ടാലന്റും കണ്ടിട്ടാണ് അയാൾക്ക് അവളെ ഇഷ്ടപ്പെട്ടത്. ഇത്തവണ സംസാരിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു നാൾ ഈ കമ്പനി വിട്ട് നിങ്ങൾ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാങ്കിങ് സർവീസിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് പോകും. അത് അവൾ ചിരിച്ചോണ്ട് വാങ്ങിച്ച് പോകുന്നു. ഇത് കഴിഞ്ഞ് തന്റെ ഓഫീസിലേക്ക് പോയി ആ മോട്ടിവേഷൻ എഴുതി വെച്ച പേപ്പർ എടുത്ത് നോക്കുമ്പോണ്ട് അതിനകത്ത് നിന്നും ഒരു ടിക്കറ്റ് താഴേക്ക് വീഴും. പിന്നെ ഈ മോട്ടിവേഷൻ പേപ്പറിൽ ഞാൻ ജയിക്കും എന്നതിന് താഴെയായിട്ട് ഇല്ല നീ ജയിക്കില്ല എന്ന് ആരോ എഴുതി വെച്ചിട്ടുണ്ട്. അതാരാ ചെയ്തെന്നറിയില്ല. ഈ ടിക്കറ്റിന് പിറകിലായി സമയവും കുറിച്ചിട്ടുണ്ട്. ഇതാരാ എഴുതിയെന്നറിയാൻ വേണ്ടി ആ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് ഹീറോയിൻ പോവാണ് വൈകിട്ട്. അപ്പുണ്ട് അവിടെ നമ്മുടെ തൂപ്പുകാരൻ അപ്പൂപ്പൻ നിൽക്കുന്നു. നിങ്ങളിവിടെ വരുത്തിയത് ഞാനാണ് മാഡം എന്ന് അയാൾ പറയും. ഇത് കണ്ടുടനെ ഹീറോയിൻ പേടിച്ചിട്ട്, സോറി ഡാഡി, ഇത്രയും പ്രായമായ ആളുമായി എനിക്ക് ഡേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയും. ഉടനെ അപ്പൂപ്പൻ, മാഡം അങ്ങനെ പേടിക്കണ്ട, ഞാൻ ഹാപ്പിലി മാരീഡായി ഒരുപാട് നാളായി. നിങ്ങളെ സ്നേഹിക്കാൻ വിളിച്ചല്ല, നിങ്ങളുമായി ഒരു പ്രത്യേക ബിസിനസ് നടത്താൻ വിളിച്ചാ, വരൂ വന്നിരിക്കൂ സംസാരിക്കാന്ന് പറയും. ഹീറോയിൻ ചെന്ന് അടുത്തിരിക്കുന്നു. ഇവള് പുള്ളിക്കാരൻ എഴുതിയ പേപ്പർ കാണിച്ചിട്ട് മറ്റുള്ളവരുടെ പേഴ്സണലായ കാര്യത്തിൽ കയറി ഇടപെടുന്നത് അത്ര മാന്യതയല്ല എന്ന് പറയും. അപ്പൊ ഈ അപ്പൂപ്പൻ അവള് ചീന്തി കളഞ്ഞ പേപ്പർ കാണിച്ച്, നിങ്ങൾ ആ കമ്പനിയിലെ മാനേജർ ആകണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. സത്യത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മാനേജർ പദവിയാണോ? ഇത് കേട്ട് ഹീറോയിൻ പറയും, നിങ്ങൾ വിളിച്ചു വരുത്തി അവമാനിക്കുകയാണോ? ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി, നിങ്ങളുടെ ജോലി പോകും. അതറിയാലോ. എന്തിനാണ് എന്നെ വിളിച്ചത്? ആ കാര്യം പറയും. ഇത് കേട്ട് അപ്പൂപ്പൻ പറയാ, ലാസ്റ്റ് 3 വർഷമായി നിങ്ങളെക്കാളും കഴിവ് കുറഞ്ഞ ആൾക്കാരെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും അധ്വാനിച്ചിട്ടും അവർ നിങ്ങളെ വില കൽപ്പിക്കുന്നില്ല. ഇതെല്ലാം പറയുമ്പോൾ പെണ്ണ് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അപ്പൂപ്പൻ പിടിച്ചു നിർത്തിയിട്ട്, ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല, അവര് നിങ്ങൾക്ക് പ്രൊമോഷൻ തരികയല്ല, നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് പോകുന്നത്. ആ വിവരം പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയും. ഇത് കേട്ടാ പെണ്ണ് മണ്ടത്തരം പറയാതെ, 15 കൊല്ലമായിട്ട് ഞാൻ ജോലി ചെയ്യാണ്, എന്നെ പിരിച്ചുവിടണമെങ്കിൽ തക്കതായ കാരണം വേണം, അല്ലാതെ അവർക്ക് പറ്റില്ല എന്ന് പറയും. ഇത് കേട്ട അപ്പൂപ്പൻ, മുതലാളി വിചാരിച്ചാൽ ആരെയും പിരിച്ചുവിടാം, അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളൊരു റഷ്യൻ പ്രപ്പോസൽ കൊടുത്തില്ലേ, അതിനെക്കുറിച്ച് അവർ റഷ്യക്കാരോട് സംസാരിച്ചു.
അപ്പൊ റഷ്യക്കാർ പറഞ്ഞത് ഇത് അണ്ടർ ബിസിനസ് ആയിട്ട് നടത്തുകയാണെങ്കിൽ കമ്പനിയിലെ താഴെ തട്ടിലുള്ള എംപ്ലോയീസ് അവർക്ക് ഈ കാര്യം അറിയരുത്. ഇനി അറിയുന്നവരാണെങ്കിൽ അവരെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയും വേണം. അതുകൊണ്ടാണ് ലണ്ടൻ ഡയമണ്ട് നിങ്ങളെ ഫയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കണമെന്ന് അപ്പൂപ്പൻ പറയും. സംശയം ഉണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കാൻ പറയും. ഇത് കേട്ട ഹീറോയും വിശ്വസിക്കില്ല. എന്നാലും ഈ രഹസ്യം എങ്ങനെ അപ്പൂപ്പൻ മനസ്സിലാക്കി എന്ന് അവൾ ചോദിക്കുക. അതിന് അപ്പൂപ്പൻ പറയും, ഞങ്ങൾ തൂപ്പുകാരെ നിങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ലല്ലോ, ഞങ്ങളുടെ മുന്നിൽ എന്തും സംസാരിക്കും. അങ്ങനെ ഞാനിത് കേട്ടതാണെന്ന് പറയാം. ഇവളത് കാര്യമാക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നാലും പിറ്റേന്ന് HR ലേഡിയെ മറ്റെന്തോ കാര്യം പറഞ്ഞ് അവരെ മുറിയിൽ നിന്നും പുറത്താക്കിയിട്ട് ഇവള് ഫയൽസ് എല്ലാം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞ സത്യമാണ്. അവളുടെ ടെർമിനേഷൻ ഓർഡർ അവരടിച്ചു കഴിഞ്ഞു. ഇനി ആ നോട്ടീസ് പീരീഡും കൊടുത്ത് അവളെ ഒഴിവാക്കാനേ ബാക്കിയുള്ളൂ. താൻ ഇത്രയും അധ്വാനിച്ചു കൊടുത്ത കമ്പനി തന്നെ ചതിക്കായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അതിൽ അവൾക്ക് ഒരുപാട് വിഷമാവും. ഇവിടെ വിട്ടു പോയാൽ വേറെ എവിടെയാ ജോലി കിട്ടുക? പെട്ടെന്നൊരിടത്തും ജോലിയും കിട്ടില്ല. കമ്പനിയോട് അതിയായ ദേഷ്യമുണ്ടെങ്കിലും ഇപ്പൊ അടുത്തൊരു ജോലി തരപ്പെടുത്തണ്ടേ? അതിനുവേണ്ടി അവളോട് പഞ്ചാരയടിച്ച ആ ബാങ്ക് എംപ്ലോയിനെ കാണാൻ പെണ്ണ് തീരുമാനിക്കും. എന്നിട്ട് പുള്ളിക്കാരനെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് അവളെ മീറ്റ് ചെയ്യുക. തന്റെ ജോലിയുടെ കാര്യം അവതരിപ്പിക്കുമ്പോൾ പുള്ളി പറയും, നിങ്ങൾ ഫോണിൽ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പരിശോധിച്ചിരുന്നു. എന്നാൽ നിങ്ങളുടെ കമ്പനി, പഴയ കമ്പനി നിങ്ങൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് അല്ല തന്നിരിക്കുന്നത്. ജോലിക്ക് നിങ്ങൾ യോഗ്യതയില്ലാന്ന് പറഞ്ഞിട്ടാണ് അവർ നിങ്ങളെ ഒഴിവാക്കുന്നത്. മാത്രമല്ല ഞങ്ങളുടെ ബാങ്കിന് ലണ്ടൻ ഡയമണ്ടുമായിട്ട് നല്ല ബോണ്ടിങ്ങാ. അവിടുന്ന് പുറത്താക്കിയ ഒരു എംപ്ലോയിയെ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്താൽ ഞങ്ങൾ തമ്മിലുള്ള ബിസിനസ് ബന്ധത്തിൽ എന്തെങ്കിലും കുഴപ്പം വരും. അതുകൊണ്ട് ബാങ്ക് അതിന് തയ്യാറല്ല എന്ന് അയാൾ പറയാം. ഇത് കേട്ട് പെണ്ണിന് ഒരുപാട് വിഷമാവും. എന്നാലും പുള്ളിക്കാരൻ വിഷമമൊന്നും നോക്കാതെ നമുക്കിന്ന് വൈകിട്ട് എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവളൊരു സങ്കട ചിരിയും ചിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇങ്ങനെയും കുറെ ഡാഷ് മാൻസ് ഉണ്ട് നാട്ടിൽ. എന്തായാലും വീട്ടിലേക്ക് വന്ന പെണ്ണിന് ആ കമ്പനിയോട് കടുത്ത വെറുപ്പായി. അവൾക്ക് ആ കമ്പനിക്കാരോട് പ്രതികാരം ചെയ്യണം. അതിനുവേണ്ടി നേരത്തെ അവൾ ആലോചിച്ചല്ലേ, ആ ഐഡിയ അവൾ പ്രയോഗിക്കും. ജോലി ഇല്ലെങ്കിലും ജീവിക്കണമല്ലോ. അതുകൊണ്ട് കുറച്ച് ഡയമണ്ട് അവള് കമ്പനിയിൽ നിന്ന് അടിച്ചു മാറ്റാൻ ശ്രമിക്കുക. എന്നാൽ ഇറങ്ങിപ്പോകവേ അതിലെ ഒരു ഡയമണ്ട് നിലത്തേക്ക് വീഴും. സെക്യൂരിറ്റികൾ ഓടി വന്ന് അവളെ പിടിക്കുകയാണ്. തന്റെ കൈ നഖത്തിനിടയിലാണ് അവൾ ആ ഡയമണ്ട്സ് എല്ലാം ഒളിച്ചു വെച്ചിരുന്നത്. പെണ്ണ് പിടിക്കപ്പെട്ടു. അവരെ പിടിച്ച് ജയിലിലും അടച്ചു. ഭാഗ്യത്തിന് കണ്ണു തുറന്നപ്പോൾ അതെല്ലാം സ്വപ്നമായിരുന്നു. തന്റെ മണ്ടൻ ഐഡിയ ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും ജയിലിൽ പോകുന്ന അവൾക്കറിയാം. പിന്നെ എന്താണ് ചെയ്യുക? നമ്മുടെ അപ്പൂപ്പനുണ്ടല്ലോ, പുള്ളിക്കാരനൊരു പ്രപ്പോസലുമായിട്ട് വന്ന. എന്തായാലും അയാളെ ചെന്ന് കാണാന്ന് പറഞ്ഞിട്ട് ഇവളൊരു കുതിരയോട്ട പന്തയം കാണാൻ പോകും. അവിടെയാണ് അപ്പൂപ്പൻ വരുന്നത്. ചെന്നുടനെ പെണ്ണ് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കമ്പനിയിൽ കൊള്ളയടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇത് കേട്ട് അപ്പൂപ്പൻ പറയും, അതെങ്ങനെ നിനക്ക് മനസ്സിലായി ഞാൻ കൊള്ളയടിക്കാൻ പോവാന്ന്? അതിന് ഹീറോയും പറയും, അല്ലാതെ എന്തിനു നിങ്ങൾ എന്നോട് ഇങ്ങനെ പാത്തും പതിയും സംസാരിക്കണം? കൊള്ളയടിക്കൽ തന്നെയാണ് ലക്ഷ്യം. പക്ഷെ എന്തിനു വേണ്ടി? അത് കേട്ട് അപ്പൂപ്പൻ പറയും, എനിക്കും ഭാര്യയ്ക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഹീറോയിൻ, നിങ്ങളുടെ ഭാര്യ 15 വർഷങ്ങൾക്ക് മുന്നേ തന്നെ മരിച്ചുപോയി എന്ന് റിപ്പോർട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. സോ കള്ളം പറയണ്ട, എന്താണ് ലക്ഷ്യം? അപ്പൂപ്പൻ പറയും, വേറെന്ത് ലക്ഷ്യം? പണം തന്നെ. റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിച്ച് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കമ്പനിയിൽ നിന്ന് കാര്യമായിട്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി എനിക്ക് അധ്വാനിച്ച് ജീവിക്കാനും പറ്റില്ല. അതുകൊണ്ട് അത്യാവശ്യം ജീവിക്കാനുള്ള പണം അവിടുന്ന് എനിക്ക് കരസ്ഥമാക്കണം. അതാണ് വേണ്ടത്. ഈ അപ്പൂപ്പന്റെ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ പുള്ളിക്കാരൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. ആ വഴി എന്തെങ്കിലും ജോലിക്ക് പോകുന്നതിന് മുന്നേ അച്ഛൻ മരണപ്പെട്ടു. അച്ഛന്റെ ജോലിയായിരുന്നു ഈ തൂപ്പുപണി. അത് മകൻ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. പിന്നെ ഭാര്യയ്ക്ക് സുഖമില്ലാതായപ്പോൾ പകൽ അവളുടെ കൂടെ കഴിയുകയും രാത്രി ഇവിടെ ജോലി ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് ഇതേ ജോലി തന്നെ തുടർന്ന് പോയി പുള്ളി. സോ നല്ല ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇനിയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി അയാൾ കൊള്ളയടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇത്രയും വലിയ കമ്പനിയിൽ നിന്നും എങ്ങനെയാണ് നിങ്ങൾ കൊള്ളയടിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുക. അതിന് അപ്പൂപ്പൻ പറയും, എനിക്ക് ഭ്രാന്തില്ല, പക്ഷെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്, ഞാനത് പറയാൻ വരൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഹീറോയിനെ അയാളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവാം. എന്നിട്ട് എന്താണ് പ്ലാൻ എന്ന് പറഞ്ഞു കൊടുക്കും. നമുക്ക് ലീവ് എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മുടെ റുട്ടീൻ പോലെ തന്നെ ജോലിക്ക് പോകുന്നു. എനിക്ക് രാത്രിയാണ് ഷിഫ്റ്റ്. ആ സമയത്ത് 4 കാവൽക്കാരെ ഈ മൊത്തം ബിൽഡിങ്ങിനുണ്ടാവുള്ളൂ. 2 പേര് ലിഫ്റ്റിന്റെ അവിടെയും 2 പേര് ഓഫീസിന്റെ ഭാഗത്തും. ഞാൻ അവിടെയെല്ലാം തൂപ്പുപണി ചെയ്യുന്നു. ആരും സംശയിക്കില്ല. എല്ലാ സ്ഥലവും കഴിഞ്ഞിട്ട് അവസാനമാണ് വോൾട്ട് മുറിക്ക് മുന്നിലുള്ള വരാന്ത ക്ലീൻ ചെയ്യുക. ആ സമയത്ത് ആ ഭാഗത്തേക്ക് ആരും തന്നെ വരില്ല. ഞാനൊരു സിഗരറ്റ് വലിക്കുന്നത് പോലും ആരും കാണാറില്ല. ഈവൻ ഞാൻ ആ നേരത്ത് തുണിയില്ലാതെ അതിൽ കൂടെ നടന്നാൽ പോലും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ആ ഭാഗത്തേക്കൊന്നും വന്നു പോലെ കേട്ടോ. ഈ പ്രായത്തിലും അപ്പൂപ്പന് കുറുമ്പിന് കുറവൊന്നുമില്ല. ഇത് കേട്ടിട്ട് ഹീറോയിൻ ചിരിച്ചോണ്ട് പറയാണ്, ഞാൻ വരാതിരിക്കാൻ ശ്രമിക്കാമെന്ന്. ആ സമയത്ത് ലോക്കർ റൂം തുറന്ന് നമുക്ക് വേണ്ട ഡയമണ്ട്സ് എടുത്താൽ അതാരും അറിയാൻ പോകുന്നില്ല. എന്നാൽ ഇന്ന് വരെ ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. ഇത് കേട്ട് ഹീറോയിൻ പറയും, നിങ്ങൾ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. കാരണം പാസ്കോഡ് ഇല്ലാതെ ആ ലോക്കർ തുറക്കാൻ പറ്റില്ല. എല്ലാ ആഴ്ചയും ഈ പാസ്കോഡ് മാറിക്കൊണ്ടേയിരിക്കും. അതുള്ളത് 2 പേരുടെ കയ്യിൽ മാത്രമാണ്. ഒന്ന് ആ പ്രധാന മാനേജറും പിന്നെ മുതലാളിയും. അതെങ്ങനെ കിട്ടാനാണെന്ന് ഹീറോയിൻ ചോദിക്കുക അപ്പൂപ്പനോട്.
അപ്പൂപ്പൻ പറയും, അതിനു വേണ്ടിയല്ലേ നമ്മൾ തമ്മിൽ കൂട്ടായത്, നിങ്ങളാണ് എന്നെ സഹായിക്കേണ്ടത്. 1 വർഷം മുന്നേ അപ്പൂപ്പന മുതലാളിയുടെ റൂം ക്ലീൻ ചെയ്യണ സമയത്ത് ഡെസ്കിനടിയിൽ നിന്നും ഈ പാസ്കോഡ് കിട്ടിയിരുന്നു. അന്ന് വേണമെങ്കിൽ ഇയാൾക്ക് ആ ലോക്കർ റൂം തുറക്കാമായിരുന്നു. പക്ഷെ അയാൾ തുറന്നില്ല. പിന്നീട് പരിശോധിക്കുമ്പോൾ ഡെസ്കിനടിയിൽ ആ പാസ്കോഡ് ഉണ്ടായിരുന്നില്ല. ആ ഒരൊറ്റ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നങ്ങേര് മിസ്സാക്കി. അതാലോചിച്ച് ഇപ്പോഴും ഞാൻ വിഷമിക്കുന്നുണ്ടെന്ന് അപ്പൂപ്പൻ പറയും. എന്നാൽ ആ നഷ്ടം നിങ്ങൾക്കൊരു ലാഭമായി. ഇപ്പം ഇതിൽ പങ്കുപറ്റാലോ. പിന്നീട് ഒരിക്കലും ഞാൻ ആ പാസ്കോഡ് കണ്ടിട്ടില്ല. അത് ഓണർ ആ മുറിയിൽ തന്നെ എവിടെയോ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അതെടുക്കാനും എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. ഈ വരുന്ന ആഴ്ച നമ്മുടെ കമ്പനി വക ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയിൽ നിങ്ങളും ഒരു പങ്കാളിയാണ്. അതൊരു റഷ്യൻ ഗ്രൂപ്പുമായിട്ടുള്ള മീറ്റിംഗാ. ആ മീറ്റിങ്ങിന് ചെന്നിട്ട് ആരുമില്ലാത്ത സമയം നോക്കി മുതലാളിയുടെ മുറിയിൽ കയറി ഈ പാസ്കോഡ് എടുക്കണം. അത്രയും നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ എന്ന് അപ്പൂപ്പൻ പറയും. അത് കേട്ട് ഹീറോയിൻ ചിരിച്ചിട്ട്, എനിക്കതിന് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അടിച്ചു മാറ്റാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ആ പാസ്കോഡ് എടുത്ത് നിങ്ങൾക്ക് തരുവാണെങ്കിൽ ഈ ഡയമണ്ട് ആരും അറിയാതെ നിങ്ങൾക്ക് എങ്ങനെ അവിടെ നിന്ന് മാറ്റാനാ? അതിനൊരിക്കലും കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ അപ്പൂപ്പൻ അങ്ങേര് സ്ഥിരം കൊണ്ടുപോകുന്ന കോഫി ഫ്ലാസ്ക് കാണിച്ചു കൊടുക്കും. അത് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ ചെക്ക് ചെയ്യാറില്ല. ഇനിയിപ്പോൾ ചെക്ക് ചെയ്താൽ തന്നെ മോളിയുള്ള കോഫിയെ കാണുള്ളൂ. ഇതിൽ എത്രത്തോളം ഡയമണ്ട് കൊള്ളുമെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അതിന് അപ്പൂപ്പൻ പറയും, നിങ്ങൾക്ക് പ്രതികാരം തീർക്കാനുള്ള അത്രയും ഇതിനകത്ത് കൊള്ളും. ഒരാൾക്ക് $1 മില്യൺ കിട്ടും. പോരെ? അത് കേൾക്കുമ്പോൾ ഹീറോയിന് സന്തോഷമാവും. $1 മില്യൺ മതി. മാത്രമല്ല കുറച്ച് ഭാഗം എടുക്കുന്നുള്ളെങ്കിൽ അത് അവർ മനസ്സിലാക്കാനും പോകുന്നില്ല. നമുക്ക് രക്ഷപ്പെടാം. എന്നാലും എനിക്ക് സംശയമുണ്ട്, ഞാനത് ചെയ്യുമോ എന്നറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹീറോയിൻ ഇറങ്ങുക. പക്ഷെ അവൾ ആ പാസ്കോഡ് എടുത്തു തരുമെന്ന് അപ്പൂപ്പന് ഉറപ്പുണ്ട്. അത് കഴിഞ്ഞ് പാർട്ടി കാണിക്കുന്നു. ഭംഗിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒരുങ്ങി സുന്ദരിയായിട്ടാണ് ഹീറോയിൻ ആ പാർട്ടിക്ക് പോകുന്നത്. അവിടെ ഒരു മിഡിൽ ഏജുള്ള മനുഷ്യനെ കാണിക്കുന്നുണ്ട്. പുള്ളി ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡറാ. അയാൾ മുന്നേ ഹെൽത്ത് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഒരുപാട് കറപ്ഷനൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നിറച്ച് പണമുണ്ട്. ആ പണം വെച്ചിട്ടാണ് പുള്ളി ഇതിന്റെ മെയിൻ പാർട്ട്ണർ ആയിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഒരു റഷ്യക്കാരൻ വരും. ഇവരുമായിട്ടാണ് നമ്മുടെ കമ്പനി പുതിയ ബിസിനസ് ചെയ്യാൻ പോകുന്നത്. പുള്ളിക്കാരൻ ഹീറോയിനെ പരിചയപ്പെടുന്നു. ഹീറോയിൻ റഷ്യൻ ഭാഷയിൽ എന്തൊക്കെയോ പുള്ളിയോട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി ഡാൻസ് കളിക്കാൻ ഹീറോയിനെ വിളിക്കും. രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്യുന്നു. ബിസിനസ്സിന് വേണ്ടി പുള്ളി അവിടെ ഇവിടെയും തൊടുന്നതിനൊന്നും എതിർപ്പ് പറയാൻ പറ്റുന്നില്ല പെണ്ണിന്. കുറച്ചു നേരം കഴിയുമ്പോൾ അവൾ ദേഷ്യപ്പെട്ട് ഇറങ്ങി വരും. ഞാനിവിടെ എന്തായി ചെയ്തുകൊണ്ടിരിക്കണമെന്നും പറഞ്ഞു. അപ്പോഴായിരിക്കും മുതലാളിയുടെ മകൻ അവിടെ ഉണ്ടാവുക. അയാൾ വന്ന് ഹീറോയിനോട് സംസാരിക്കും. പുള്ളി ഒരു നല്ല മനുഷ്യനാ. അച്ഛനെ പോലെ ക്രൂരനായ ബിസിനസ്സുകാരനല്ല. അച്ഛന്റെ പ്രവൃത്തികൾ പുള്ളിക്ക് ഇഷ്ടവുമല്ല. ഇപ്പൊ ഹീറോയിൻ അങ്ങേരോട് ചോദിക്കുകയാണ്, പ്രതിഷേധത്തിൽ മരണപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിന് നമ്മുടെ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? മോൻ പറയും, ഓരോ കുടുംബത്തിനും 100 പൗണ്ട് വീതം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവരെ വെടിവെച്ചിടാനുള്ള ബുള്ളറ്റ് നമ്മളാണ് കൊടുത്തത്, പെട്ടിയിലടയ്ക്കാനുള്ള കാശ് നമ്മളാ കൊടുത്തത്. ഇതിനെന്താണ് ഞാൻ പറയേണ്ടത്? ആ മനുഷ്യനെ ഞാൻ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? അത് കേട്ട് ഹീറോയിൻ പറയാണ്, അതാണ് ശരിക്കുള്ള ബിസിനസ്സുകാരന്റെ പ്രവൃത്തിയെന്ന്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തിരക്കിൽ എല്ലാവരും ഉള്ള സമയത്ത് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഹീറോയിൻ മുതലാളിയുടെ മുറിയിലേക്ക് വരും. എന്നിട്ട് ആ മുറി മുഴുവൻ ഇവള് പരിശോധിക്കുക, കോഡ് എവിടെയാണ് മറച്ചു വെച്ചിരിക്കണേന്ന് അറിയാൻ വേണ്ടി. എന്നാൽ എവിടുന്നും കിട്ടുന്നില്ല. അപ്പോഴായിരിക്കും ആരോ ഈ മുറിക്കകത്തേക്ക് കയറി വരുന്നു. ഇവൾ ഉടനെ താൻ കയ്യിൽ കൊണ്ടുവന്ന ഗ്ലാസ് ടേബിളിൽ വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറി ഒളിഞ്ഞിരിക്കും. അപ്പൊ ഈ അകത്ത് വന്ന ആള് മുതലാളിയാ. അയാൾ പ്രത്യേകം ഒരു സേഫ് തുറന്ന് എന്തോ പരിശോധിച്ചിട്ട് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട്. ആ സേഫിലെ കോഡും ഹീറോയിൻ മനസ്സിലാക്കും. എന്നിട്ട് ഈ മുതലാളി ഇറങ്ങിപ്പോയി കഴിയുമ്പം ഹീറോയിൻ വന്ന് ഈ സേഫ് തുറന്ന് നോക്കുകയാണ്. മുതലാളി ഹീറോയിൻ കുടിച്ച ഗ്ലാസും എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. എന്തായാലും ഇപ്പൊ സേഫ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കാണും ആ പാസ്കോഡ്. അത് അവള് മനസ്സിലാക്കി തിരിച്ചാ പേപ്പർ അവിടെ തന്നെ വെച്ചിട്ട് പിറ്റേന്ന് കമ്പനിയിൽ വെച്ച് നമ്മുടെ അപ്പൂപ്പനെ ചെന്ന് കാണുന്നുണ്ട്. എന്റെ മുറിയിലെ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് പുള്ളി അടുത്ത് വിളിച്ചിട്ട്, നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കണം എന്നും പറഞ്ഞ് ആ പാസ്കോഡ് കൊടുക്കും. പുള്ളി ചിരിച്ചുകൊണ്ട് ആ പാസ്കോഡ് വാങ്ങിക്കുന്നു. എന്നാൽ പിറ്റേ ദിവസം വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഹീറോയിൻ ജോലിക്ക് വരുമ്പോൾ ആ കമ്പനിയിലെ പല സ്ഥലങ്ങളിലായി കമ്പനിക്കാര് CCTV സ്ഥാപിക്കുന്നുണ്ടാവും, ഒരു എക്സ്ട്രാ സെക്യൂരിറ്റിക്ക്. അത് കണ്ട് അവള് ഞെട്ടിപ്പോവും. ഇവരുണ്ടാക്കിയ പ്ലാൻ എല്ലാം അതിലൂടെ പരാജയപ്പെടുകയാണല്ലോ. ഇവൾ ഉടനെ തന്നെ അപ്പൂപ്പനെ കാണാൻ ചെല്ലുക. എന്നിട്ട് ഈ CCTV സ്ഥാപിച്ച കാര്യം പറയും. നമ്മൾ എവിടുന്ന് അനങ്ങിയാലും കമ്പനി മനസ്സിലാക്കും, പിടിക്കപ്പെടും. ആ വോൾട്ടിനകത്ത് പ്രവേശിക്കുന്ന കാര്യം ഓർക്കേ വേണ്ട, അതെല്ലാം റെക്കോർഡഡ് ആവും. അതുകൊണ്ട് നമുക്ക് ഈ പ്രൊജക്ട് ക്യാൻസൽ ചെയ്യാം. നിങ്ങൾ കിട്ടുന്ന പെൻഷനും വാങ്ങിച്ച് ചെറിയ രീതിയിൽ ജീവിക്കാൻ നോക്കുന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ നിൽക്കുക. അപ്പൂപ്പൻ ഹീറോയിനെ പിടിച്ചിർത്തിയിട്ട് പറയും, ഈ കാര്യം വൈകുന്നേരം നിന്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നിനക്ക് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് നീ നേരത്തെ തന്നെ വന്ന് എന്നോട് പറഞ്ഞത്? ഇതിലെവിടെയോ ഒരു ലൂപ്പ് ഹോൾ നീ കണ്ടുപിടിച്ചു, അതുകൊണ്ടല്ലേ? ആ കാര്യം പറയും. എന്നിട്ട് തീരുമാനിക്കാം ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അത് കേട്ട് ഹീറോയിൻ പറയും, ഞാൻ ആ കാര്യം പറയാം, പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ
8 ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ വ്യൂ ഫൈൻഡർ ആണെങ്കിൽ 4 എണ്ണേ ഉള്ളൂ. ഈ 4 സ്ക്രീനിൽ 8 ഫൂട്ടേജുകൾ ഓടണം. അങ്ങനെ വരുമ്പോൾ ഓരോ സ്ക്രീൻ മാറാനും 60 സെക്കൻഡ് ഇന്റർവെൽ സമയമുണ്ട്. 1 മിനിറ്റ് തികച്ച്, അത്രയേ ഉള്ളൂ. ഈ 1 മിനിറ്റ് വീഡിയോ അവിടെ വാച്ച് ചെയ്യുന്ന ആൾക്ക് കാണാൻ പറ്റില്ല. അത് റെക്കോർഡ് ആവുകയും ചെയ്യുന്നില്ല. ഇതൊരു സിസ്റ്റം മിസ്റ്റേക്ക് ആണ്. 2 ദിവസത്തിനകം അത് അവർ കണ്ടുപിടിച്ച് മാറ്റുകയും ചെയ്യും. എന്നാലും ഈ 60 സെക്കൻഡ് കൊണ്ട് മോഷ്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല. അത് നടക്കണ കാര്യമില്ല എന്ന് ഹീറോയിൻ പറയും. അത് കേട്ട് അപ്പൂപ്പൻ എനിക്ക് 60 സെക്കൻഡ് മതി, ഞാൻ ഓടിപ്പിടിച്ച് അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങിക്കോളാന്ന് പറയാം. ഇത് കേട്ട് ഹീറോയിൻ ചിരിക്കും. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് വയസ്സായതാണ്. ആ വരാന്തയിലൂടെ ഈ 60 സെക്കൻഡിനുള്ളിൽ ഓടി ഈ ലോക്കർ റൂം തുറന്ന് അകത്ത് കയറണം, ക്യാമറയിൽ പെടാതെ. അത് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ഹീറോയിൻ പറയും. എന്നാൽ അപ്പൂപ്പനാണെങ്കിൽ തറപ്പിച്ച് എന്നെ കൊണ്ട് പറ്റും, ഞാനത് ഉറപ്പായിട്ടും ചെയ്യാന്ന് പറയാം. എന്നാൽ ഹീറോയിൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അവൾക്ക് വിശ്വാസമില്ല. അപ്പൊ അപ്പൂപ്പൻ നീ ഇപ്പോൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, കാരണം ഓൾറെഡി നീ ഇൻവോൾവ് ആയി കഴിഞ്ഞു. പിന്നെ എന്നേക്കാൾ കൂടുതൽ ഈ കുറ്റകൃത്യം ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് പ്രതികാരം ചെയ്യണം. എന്നെ സഹായിക്കാതെ നിനക്ക് വേറെ വഴിയില്ല എന്ന് പറയും. അപ്പൊ ഹീറോയിൻ ഞാനൊരു 30 സെക്കൻഡും കൂടെ നിങ്ങൾക്ക് കൂട്ടിത്തരാം. നിങ്ങൾ അകത്ത് കയറുന്ന സമയത്ത് ഞാൻ ആ സെക്യൂരിറ്റി നമ്പറിലേക്ക് വിളിച്ച് അവരെ ഡിലേ ചെയ്യിക്കാം. ദയവ് ചെയ്ത് പെടാതെ കയറി പറ്റാൻ നോക്ക്. ഈ ഡീല് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും കാണരുതെന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവും. അങ്ങനെ പിറ്റേ ദിവസമായി ഹീറോയിൻ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അപ്പൂപ്പൻ വരുന്നത്. സാധാരണ അവർ കാണുന്ന പോലെ അങ്ങേര് ഹീറോയിനെ വിഷ് ചെയ്തിട്ട് ജോലിക്ക് കയറും. ഹീറോയിൻ കമ്പനിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. കമ്പനി ക്ലോസ് ചെയ്തു. പുള്ളിക്കാരൻ പതിവ് പോലെ എല്ലാ മുറിയും വൃത്തിയാക്കാം. സെക്യൂരിറ്റി മുറി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ CCTV മാറുന്ന സമയം പുള്ളി നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ക്യാഷ്വലായി പുറത്തേക്ക് പോകുന്നു. ഈ വോൾട്ട് മുറിക്ക് അടുത്തുള്ള വരാന്തയിലാണ് CCTV ഉള്ളത്. അതിന് തൊട്ടടുത്ത വരാന്തയിൽ CCTV ഇല്ല. അവിടെയായിരിക്കും ഈ അപ്പൂപ്പന്റെ ക്ലീനിങ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള മുറിയുള്ളത്. പുള്ളിക്കാരൻ ആ മുറിയിൽ ചെന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് പുറത്തു വന്ന് വീണ്ടും ക്ലീൻ ചെയ്യുന്നു. ഈ സമയത്ത് ഹീറോയിൻ വീട്ടിലാണ്. അവളും സമയമാവാൻ വേണ്ടി കാത്തിരിക്കും. അപ്പൂപ്പൻ കറക്റ്റ് സമയമാവുന്ന സമയത്ത് ഈ വോൾട്ട് മുറിയുള്ള കോറിഡോറിന്റെ ഭാഗത്തേക്ക് തന്റെ ക്ലീനിങ് വണ്ടി തള്ളിക്കൊണ്ടുവന്ന് വെക്കുക. അവിടെ ഒരു ഡോറുണ്ട്. പുറത്തുള്ളവർക്ക് ഈ കോറിഡോർ കാണാൻ പറ്റില്ല. തൊട്ട് മുകളിലായിട്ടാണ് CCTV ഉള്ളത്. CCTVയിൽ പെടാതെ അപ്പൂപ്പനൊരു മൂലയിലേക്ക് മാറി നിൽക്കും. എന്നിട്ട് കറക്റ്റ് ടൈം ആകുമ്പോൾ ഈ വണ്ടി അതിവേഗത്തിൽ തള്ളിക്കൊണ്ട് വോൾട്ടിനടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ പാസ്കോഡ് അടിച്ച് തുറക്കാൻ ശ്രമിക്കും. ഈ സമയത്ത് CCTV റെക്കോർഡ് ആവുന്നില്ല. അങ്ങേര് അടിച്ച് തുറന്നു. പ്രായമായതുകൊണ്ട് വലിച്ചു തുറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇപ്പൊ 60 സെക്കൻഡ് കഴിഞ്ഞു. അങ്ങേരുടെ വിഷ്വൽ CCTVയിൽ കാണാം. എന്നാൽ ഭാഗ്യത്തിനപ്പം റെക്കോർഡ് ആവുന്നില്ല. ഈ നേരത്ത് സെക്യൂരിറ്റിക്കാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാവും. അതുകൊണ്ട് പുള്ളിയും ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴായിരിക്കും ഹീറോയിൻ ഒരു ബൂത്തിൽ നിന്ന് ഈ സെക്യൂരിറ്റി മുറിയിലേക്ക് വിളിക്കുന്നു. സോ കോള് വരുന്നതുകൊണ്ട് വീണ്ടും ഒരു 30 സെക്കൻഡോളം അവർക്ക് കിട്ടുന്നുണ്ട്. ഹീറോയിൻ കോളിൽ കൂടെ ഒന്നും മിണ്ടുന്നില്ല. വിളിച്ചുടനെ കട്ട് ചെയ്ത് വിടും. അയാൾ ഫോൺ എടുത്ത് തിരിച്ചു വന്നിരിക്കുമ്പോൾ CCTVയിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൂപ്പൻ വോൾട്ട് മുറിക്കകത്തേക്ക് കടന്നു. കൊട്ടക്കണക്കിനാണ് ഡയമണ്ട്സ് അതിനകത്തുള്ളത്. ഇങ്ങേര് ഫ്ലാസ്ക് തുറന്ന് ഇവർക്ക് ആവശ്യമുള്ള ഡയമണ്ട് എടുത്തിട്ട് ലോക്കർ റൂമും തുറന്ന് മെല്ലെ പുറത്തേക്ക് കിടക്കുന്നു. അടുത്ത 60 സെക്കൻഡ് CCTV ഫൂട്ടേജ് മാറി വരുന്ന സമയം നോക്കി കറക്റ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. സോ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ നമ്മുടെ അപ്പൂപ്പൻ പെടുന്നില്ല. സാധാരണ ക്ലീനിങ് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന്റെ വണ്ടിയും തള്ളി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഷിഫ്റ്റ് കഴിയുമ്പോൾ തന്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് പുള്ളി കമ്പനിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ഈ സമയമാണ് നമ്മുടെ ഹീറോയിൻ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. എന്നാൽ അവൾ കമ്പനിയിൽ കയറാതെ പുറത്ത് മാറി നിന്ന് ഈ അപ്പൂപ്പൻ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും. കുറെ സമയമായിട്ടും പുള്ളിനെ കാണുന്നില്ല. അവസാനം ദാണ്ട പതിയെ ഇറങ്ങി വരുന്നു നമ്മുടെ അപ്പൂപ്പൻ. പുള്ളിക്കാരനൊരു കൂസലുമില്ല. കയ്യിൽ ആ ഫ്ലാസ്ക് പിടിച്ചിട്ടുമുണ്ട്. എന്നാൽ ആ സമയത്ത് ഈ കമ്പനിയിലെ മറ്റേതൊരു സ്റ്റാഫ് ഓടി വന്ന് അപ്പൂപ്പനോട് ഒരു ചെറിയ കുഴപ്പമുണ്ട്, നിങ്ങൾ അകത്തേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചോണ്ട് പോകും. സംഭവം പാളിയോ, പുള്ളി പിടിക്കപ്പെട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ചിരിക്കുക. പക്ഷെ ആ വിളിച്ചോണ്ട് പോയ ആള് കക്കൂസിൽ എന്തോ കംപ്ലൈന്റ് കാണിക്കാനാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഫ്ലഷ് അടിച്ചിട്ടും വെള്ളം പോകുന്നില്ല. അതൊന്ന് നേരാക്കി തരുമോ എന്ന് ചോദിക്കും. അപ്പൂപ്പൻ ഇപ്പൊ തന്നെ റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് അത് ശരിയാക്കി കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും വന്ന് എക്സിറ്റ് ബുക്കിൽ സൈൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പോവുക. അപ്പോഴായിരിക്കും ഹീറോയിൻ അകത്തേക്ക് വരുന്നത്. കുഴപ്പമൊന്നുമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഇത് കഴിയുമ്പോൾ ഡെയിലി റുട്ടീൻ പോലെ അവിടുത്തെ മാനേജർ വന്ന് ലോക്കർ റൂം തുറക്കുന്നുണ്ട്. ഈ നേരത്ത് വീട്ടിലേക്ക് വന്ന അപ്പൂപ്പൻ ഒരു ഗ്ലാസ്സിൽ ലിക്കർ ഒഴിച്ച് തന്റെ മരിച്ചുപോയ ഭാര്യയ്ക്ക് ചേസും പറഞ്ഞ് അത് മെല്ലെ സന്തോഷത്തോടെ കഴിക്കാം. അപ്പോഴാണ് ഹീറോയിൻ കമ്പനിയിൽ ശ്രദ്ധിക്കുന്നത്. എല്ലാവരും എന്തോ തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. എന്താ കുഴപ്പമെന്ന് മനസ്സിലായില്ല. കുറച്ചു കഴിയുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകും. ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ വേണ്ടി ഓഫീസിലെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണെന്ന് പറയും. ഹീറോയിൻ അയാളെ കൂടെ നേരെ പോകുന്നത് ലോക്കർ മുറിക്കകത്തേക്കാ. പോയി നോക്കുമ്പോണ്ട് ചട്ടിയും പെട്ടിയും എല്ലാം കാലിയായി കിടക്കുന്നു. ഒരു തരി മണി ഡയമണ്ട് പോലും അതിനകത്തില്ല. ഇതാണ് വമ്പൻ ട്വിസ്റ്റ്, തല ചുറ്റിക്കുന്ന ഒരു ട്വിസ്റ്റ്. ഇത്രയും ഡയമണ്ടും ആ അപ്പൂപ്പൻ അടിച്ചു മാറ്റിയോ? അതെങ്ങനെ സാധ്യമാകും? ഒരാളെ കൊണ്ട് കഴിയില്ലത്, അതും ആ വയസ്സായ അപ്പൂപ്പൻ. ഇതിൽ ഇവൾക്കറിയാത്ത എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് ഹീറോയിന് മനസ്സിലായി.
അപ്പോഴാണ് ഈ കൊള്ളക്കേസ് അന്വേഷിക്കാൻ വേണ്ടി പുതിയൊരു ഡിറ്റക്റ്റീവ് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നത്. പുള്ളിക്കാരൻ ഈ ഓഫീസിന്റെ സെറ്റപ്പ് എല്ലാം തന്നെ പരിശോധിക്കും. ഈ ബിൽഡിംഗ് ചുവരുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കോൺക്രീറ്റ് കൊണ്ട് മാത്രമല്ല, നല്ല സ്റ്റീൽ പ്ലേറ്റുകളുടെ കവറിങ്ങും കൂടെ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തുറന്നൊരാൾക്കകത്ത് കയറാൻ പറ്റില്ല. മാത്രമല്ല, ഒരു സിംഗിൾ എൻട്രി പോയിന്റേ ഉള്ളൂ ലിഫ്റ്റിൽ കൂടെ. അതിലൂടെ ഒരു കൊള്ളക്കാരന് വരാനോ പോകാനോ കഴിയില്ല. പിന്നെ എങ്ങനെയായിരിക്കും ഈ 2 ടൺ ഡയമണ്ട് അവിടുന്ന് കൊള്ള പോയിട്ടുണ്ടാവുക? എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരാളെ കൊണ്ട് ഇത്രയും സാധനങ്ങൾ കൊള്ളയടിക്കാൻ പറ്റില്ല, കൂടുതൽ ആളുകൾ ഉണ്ടാവണം. ഇതായിരിക്കും ആദ്യത്തെ അവരുടെ നിഗമനം. ഈ കൊള്ളയറിഞ്ഞ മുതലാളി പറയാ, ഈ കാര്യം ഒരു കാരണവശാലും പുറത്തറിയരുത്. ന്യൂസിൽ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല, ബിസിനസ്സിൽ ലഭിക്കില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യം പുറത്തു വരുന്നതുവരെ ഈ വിവരം ഹൈഡ് ചെയ്ത് വെക്കാൻ പറയും. നമ്മുടെ കമ്പനി ഷെയർ ഹോൾഡർ സിൻക്ലെയറിലെ ആ മിഡിൽ ഏജ് മാൻ, പുള്ളിക്കാരനും അവിടെ വന്നിട്ടുണ്ട്. പുള്ളി പറയും, ഇത്രയും കാലം ലണ്ടൻ ഡയമണ്ടിന് ഞാനൊരു സപ്പോർട്ടറായിരുന്നു. ഇപ്രാവശ്യം അതിനൊരു മാറ്റം ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ നൽകുന്നതാണ്. ഈ കേസ് അന്വേഷിക്കാൻ ഒരു പ്രത്യേക ഡിറ്റക്റ്റീവിനെ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് സിൻക്ലെയർ ആ പോലീസുകാരനെ പരിചയപ്പെടുത്തി കൊടുക്കും. പോലീസുകാരന്റെ പേര് ഫിഞ്ച് എന്നാണ്. ഫിഞ്ച് പറയും, ആരും പേടിക്കണ്ട, ഡയമണ്ട് ഒരുപാട് ദൂരേക്ക് അവർക്ക് മാറ്റാൻ കഴിയില്ല. അതും അൺകട്ട് ഡയമണ്ട്സാ. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വിൽക്കാനും കഴിയില്ല. അവരെന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുന്നതിന് മുന്നേ നമ്മളത് കണ്ടുപിടിക്കും. നിങ്ങൾ കാത്തിരിക്കൂ, പാനിക് ആവണ്ടെന്ന് പറയും. എന്നിട്ട് ആ മീറ്റിംഗ് അവർ പിരിച്ചുവിടുന്നു. ഇത് കഴിയുമ്പോൾ ഹീറോയിൻ നമ്മുടെ മുത്തശ്ശനെ ഓടി വന്ന് കാണുന്നുണ്ട്. അങ്ങേര് ആ സമയത്ത് ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട്. ഹീറോയിൻ മുത്തശ്ശനോട് ചോദിക്കും, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? ആരോട് ചോദിച്ചിട്ടാ അത്രയും ഡയമണ്ട്സ് എടുത്തത്? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇതിന് പിന്നെ രഹസ്യം എന്താണെന്ന് ഹീറോയിൻ ചോദിക്കുക. അതിന് അപ്പൂപ്പൻ പറയും, പേടിക്കേണ്ട കൊച്ചെ, എല്ലാം നല്ലതിനാ. ഡയമണ്ട്സ് എല്ലാം ഭദ്രമായിട്ടുണ്ട്. നീ കാത്തിരിക്കൂ, വിവരങ്ങൾ വഴിയെ മനസ്സിലാക്കും. ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ എന്നെ കഫേയിൽ വന്ന് കാണൂ, ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോവുക. അപ്പോഴായിരിക്കും നമ്മുടെ പോലീസുകാരൻ ഫിഞ്ച് അപ്പൂപ്പനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നു. ആ കമ്പനിയിലുള്ള എല്ലാവരെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കമ്പനിയിലേക്ക് പുതിയ ഒരു വ്യക്തി വരുന്നു. ഏതോ ഒരു വക്കീലാന്ന് തോന്നുന്നുണ്ട്. പുള്ളിക്കാരൻ ഓഫീസിലുള്ള ആൾക്കാരോട് സംസാരിക്കുകയായിരിക്കും. ആ നേരത്ത് ഹീറോയിൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങി അപ്പൂപ്പനെ കഫേയിൽ ചെന്ന് കാണുന്നു. അവൾ അപ്പൂപ്പനോട് ചോദിക്കും, ആ ഡയമണ്ട്സ് എല്ലാം നിങ്ങൾ എങ്ങോട്ടാണ് മാറ്റിയത്? നിങ്ങളുടെ പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ നിങ്ങളിത് ചെയ്യുന്നത്? എന്തിനാണ് എന്നെ കുടുക്കിയത്? അതിന് അപ്പൂപ്പൻ, ഡയമണ്ട്സിനെ ആലോചിച്ച് വിഷമിക്കണ്ട, അത് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തിയിട്ടുണ്ട്. അതിന് കിട്ടുന്ന പങ്കും ഞാൻ നിനക്ക് തരുന്നതാണ്. ഇപ്പം ഞാൻ ആ പോലീസുകാരനോട് എൻ്റെ ജോലിയെപ്പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അയാൾക്ക് നമ്മുടെ പ്ലാനിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് നീയും ചെന്ന് അയാൾ ചോദ്യം ചെയ്യുമ്പോൾ നിന്റെ സാധാരണ റുട്ടീനെ കുറിച്ച് മാത്രം പറയുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ച് പറയാം, നാളെ അങ്ങോട്ട് വാന്നും പറഞ്ഞ് അപ്പൂപ്പൻ പുള്ളിക്കാരിക്ക് ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് പോകും. ഹീറോയിൻ തിരിച്ച് കമ്പനിയിലേക്ക് വരുമ്പോൾ ബോസ് അവളെ വിളിച്ചിട്ടുണ്ട് എന്തോ കാര്യം പറയാൻ വേണ്ടി. ഹീറോയിൻ ബോസിന്റെ മുറിയിലേക്ക് ചെല്ലുക. അവിടെ നമ്മൾ നേരത്തെ കണ്ട വക്കീലില്ലേ, ഏതോ ഒരു വക്കീൽ, അയാളൊരു പ്രപ്പോസലുമായിട്ട് ബോസിനെ കാണാൻ വന്നിരിക്കുക. പുള്ളിയുടെ ക്ലൈന്റ്, ആ ക്ലൈന്റ് ആരാണെന്ന് വക്കീലിന് പോലും അറിയില്ല. ആ ക്ലൈന്റ് പറഞ്ഞിരിക്കുന്നത് ഈ കമ്പനിയിൽ നിന്നും എടുത്ത സാധനങ്ങളെല്ലാം അയാൾ തിരിച്ചു കൊടുക്കൂത്രേ. പക്ഷെ കമ്പനി 100 മില്യൺ പൗണ്ട് അതിന് പാരിതോഷികമായിട്ട് കൊടുക്കണം. അതും 2 ദിവസത്തിൽ കൊടുക്കണം. അത് വലിയൊരു എമൗണ്ടാ. അത്രയും പണം കൊടുത്താലേ ആ സാധനം തിരിച്ചു കൊടുക്കുള്ളൂ. അതാണ് ഡിമാൻഡ്. എന്താണ് ഐറ്റം എന്ന് പോലും ഈ വക്കീലിന് അറിയില്ല. വക്കീൽ ഒരു മെസ്സഞ്ചർ മാത്രമാണ്. അപ്പോഴായിരിക്കും അവിടുത്തെ ഓഫീസ് ലേഡി, സർ മിസ്റ്റർ ബോയിൽ എന്ന് പറയുന്ന ആള് ഇവിടുത്തെ വക്കീലിനെ വിളിച്ചിരിക്കുന്നു. പുള്ളി ലൈനിലുണ്ട്, പുള്ളിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ആ മെസ്സഞ്ചറായിട്ട് വന്ന വക്കീല് കോൾ എടുക്കാൻ വേണ്ടി ആ ലേഡിയുടെ മുറിയിലേക്ക് പോകും. അപ്പോഴായിരിക്കും മുതലാളി ഈ മെസ്സഞ്ചർ കൊടുത്ത കത്ത് വായിക്കുന്നത്. നിങ്ങളുടെ എല്ലാ അൺകട്ട് ഡയമണ്ട്സും എന്റെ കയ്യിലുണ്ട്. അതിന്റെ മാർക്കറ്റ് പ്രൈസ് എത്രയോ ആയിക്കൊള്ളട്ടെ. എനിക്ക് വേണ്ടത് 100 മില്യൺ പൗണ്ട്സ് ആണ്. അത് രജിസ്റ്റേർഡ് ആവാത്ത എമൗണ്ട് ആയിരിക്കണം. ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് മാറ്റവും വേണം. ഈ ഡിമാൻഡിന് നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ ആ ഡയമണ്ട് എല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. 2 ദിവസം സമയം. ഇത് കേട്ട ഉടനെ അവിടെയുള്ള മാനേജർ പറയും, നമുക്ക് ഈ മെസ്സഞ്ചറെ പിടിച്ചു വെച്ചാലോ എന്ന്. അതിനാ പോലീസുകാരൻ, അയാൾക്ക് അയാളുടെ ക്ലയന്റ് ആരാണെന്ന് പോലും അറിയില്ലല്ലോ, പിന്നെ അയാളെ പിടിച്ചു വെച്ചിട്ട് നമുക്ക് എന്താണ് ലാഭം? ഇത് മറ്റു രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ. ഇതങ്ങേര് പറയുന്ന സമയത്താണ് നമ്മുടെ മെസ്സഞ്ചർ അങ്ങോട്ട് വരുന്നത്. പുള്ളിക്കാരൻ പറയും, സർ നിങ്ങൾക്ക് വേണ്ടി എന്റെ ക്ലയന്റ് ഒരു പാഴ്സൽ അയച്ചിട്ടുണ്ട്, അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് കൂട്ടാൻ പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഈ ട്രാൻസാക്ഷൻ സമയത്ത് വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോകും. നമ്മുടെ മുതലാളി ആ പാഴ്സൽ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഇവരുടെ ഇന്ന് കാണാതെ പോയ ഒരു പ്രത്യേക ഡയമണ്ട്, സൗത്ത് ആഫ്രിക്കൻ സ്റ്റാർ, അത് മാത്രം കൊള്ളക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു. ഒരു വാണിംഗ് ആയിട്ട്. ആ വലിയ ഡയമണ്ട് മാത്രം ഓൾറെഡി ഷേപ്പായിട്ട് കട്ട് ചെയ്ത ഡയമണ്ടാ. ഇവരെ കളക്ഷനിൽ തന്നെയുള്ള പ്രത്യേക ഡയമണ്ട്സിലെ ഒരെണ്ണം. ബോസ് പറയും, എത്രയും പെട്ടെന്ന് നമുക്ക് ആ പണം സ്വരുക്കൂട്ടണം. അത് കഴിഞ്ഞിട്ട് ആ കൊള്ളക്കാരനെ പിടിക്കാമെന്നും പറഞ്ഞ് അങ്ങേര് പണം സ്വരുക്കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാവും. ഈ നേരത്ത് പോലീസുകാരൻ ഹീറോയിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവളുടെ മുറിയിലേക്ക് വരുന്നു. അവളുടെ വിറവലും സംസാരത്തിലുള്ള പൊരുത്തക്കേടും ഒക്കെ കണ്ടിട്ട് പുള്ളിക്കാരന് ആദ്യമേ സംശയം തോന്നുന്നുണ്ട്. ഹീറോയിന്റെ പഠന വിവരങ്ങൾ ചോദിക്കുന്നു. എത്ര വർഷമായി ജോലി ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. അവള് 15 വർഷമായി ജോലി ചെയ്യുന്നു. മാരീഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയും മാരീഡ് അല്ല, 38 വയസ്സായി. എന്തുകൊണ്ടാണ് സിംഗിൾ ആയിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ
അതൊരു ക്രൈം അല്ലല്ലോ, അതുകൊണ്ട് മറ്റെന്തെങ്കിലും ചോദിക്കുന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നു. അപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കും, നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഈ കമ്പനിക്ക് ആരെങ്കിലും എതിരാളികളായിട്ടുണ്ടോ? അത് കേട്ട് ഹീറോയിൻ പറയും, ഒരുപാട് പേരുണ്ട്. കാരണം ഞങ്ങളുടെ കമ്പനിയാണ് വേൾഡിലെ നമ്പർ 1 കമ്പനി. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ചെയ്യുന്ന പലരും ഞങ്ങൾക്കെതിരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? ഇത് പണത്തിന് വേണ്ടി ആയിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നില്ലേ എന്ന് ഹീറോയിൻ ആ പോലീസുകാരനോട് ചോദിക്കും. അതിന് ആ പോലീസുകാരൻ പറയാണ്, പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരിക്കലും ആ കൊള്ളക്കാരൻ ഓൾറെഡി കട്ട് ചെയ്ത ആ സൗത്ത് ആഫ്രിക്കൻ സ്റ്റാർ തിരിച്ചു കൊടുക്കില്ലായിരുന്നു. കാരണം അത് തന്നെ ഒരുപാട് വിലയ്ക്ക് പോകുന്ന, മാത്രമല്ല ആദ്യം വിൽക്കാൻ കഴിയുന്നതും ഓൾറെഡി കട്ട് ചെയ്ത ഡയമണ്ടാ. സോ വൈരാഗ്യമുള്ള ആരോ ആയിരിക്കണം ഈ കൊള്ള നടത്തിയിട്ടുണ്ടാവുക. അല്ലാതെ പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് അയാൾ തിരിച്ചു കൊടുക്കില്ലായിരുന്നു. അതുകൊണ്ട് ആ നിലയ്ക്കായിരിക്കും ഞങ്ങളുടെ അന്വേഷണം എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഇറങ്ങിപ്പോവുക. പോകാൻ നേരത്ത് ഈ പോലീസുകാരൻ സംശയത്തോടെ, മാഡം നിങ്ങളും ആ തൂപ്പുകാരനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു, എന്തോ രഹസ്യം പറയായിരുന്നു, നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണോ എന്ന് ചോദിക്കും. അത് കേട്ട് ഹീറോയും പറയും, എനിക്ക് ഇവിടെയുള്ള ആൾക്കാരിൽ നല്ലൊരു കൂട്ടുകാരനാണ് പുള്ളി, ചില പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാറുണ്ട്, അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയായിരുന്നു എന്ന് പറയും. പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകും. പക്ഷെ അയാൾക്ക് സംശയമുണ്ട്. അയാളുടെ സംശയം മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ ഈ കമ്പനിയിലൊരു മാനേജറെ കണ്ട്, ആ പോലീസുകാരനെ സിൻക്ലെയർ അല്ലേ കൊണ്ടുവന്നത്, സിൻക്ലെയർ ഷെയർ ഹോൾഡറാണ്, പക്ഷെ തരം കിട്ടിയാൽ കമ്പനി അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളും കൂടെയാണ്. അതുകൊണ്ട് അയാളെ വിശ്വസിക്കാൻ പറ്റില്ല, നമ്മുടെ ബോസിനെതിരെ അയാൾ പ്രവർത്തിക്കും. സോ ഈ കേസ് അന്വേഷണത്തിൽ നമ്മുടെ കമ്പനി വകയായിട്ടും ഒരാൾ ആ ടീമിലുണ്ടാവണം, അതിന് ഞാൻ അയാളുടെ കൂടെ പോകാമെന്നും പറഞ്ഞ് ഹീറോയിൻ മാനേജറോട് പെർമിഷൻ ചോദിക്കും. മാനേജർ ആ കാര്യം ശരിവെച്ച് ബോസിനോട് സംസാരിക്കാമെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഹീറോയിൻ അനുവാദം കിട്ടുന്നു, ഈ കേസിൽ നമ്മുടെ പോലീസുകാരന്റെ അസിസ്റ്റായിട്ട് ഹീറോയിന് നിൽക്കാം. അങ്ങനെ അവൾ ചെന്ന് പോലീസുകാരനെ കണ്ട്, ഈ കേസിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നു. പോലീസുകാരൻ, അതെ, എന്നെ ബോസ് വിളിച്ചു പറഞ്ഞിരുന്നു, എനിക്കൊരാളുടെ സഹായം വേണമായിരുന്നു, വന്നോളൂ നമുക്ക് പരിശോധിച്ചു തുടങ്ങാമെന്നും പറഞ്ഞ് പോലീസുകാരൻ ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ആദ്യമേ ആ CCTV മുറിയിലേക്കാണ് ഇവർ പോകുന്നത്. മുറി കാണിച്ചു കൊടുത്തിട്ട് പോലീസുകാരൻ പറയും, ഈ CCTVയിൽ ഒരു കുഴപ്പമുണ്ട്, ഒരു ഫൂട്ടേജിൽ നിന്ന് അടുത്ത ഫൂട്ടേജിലേക്ക് മാറുമ്പോൾ 60 സെക്കൻഡ് ഇടവേള വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇവിടെയുള്ളവർക്ക് കാണാൻ പറ്റില്ല, അതൊരു കുഴപ്പമാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ, 60 സെക്കൻഡ് കൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോഴേക്കും ക്യാമറ ഓണായി വരില്ലേ, അതൊക്കെ ഒരു കുഴപ്പമാണോ എന്ന് ചോദിക്കുകയാണ് അറിയാത്ത പോലെ. പോലീസുകാരൻ പറയും, അതൊരു കുഴപ്പം തന്നെയാണ്, ആ സെക്കൻഡുകൾ മതി ഈ വോൾട്ടിനകത്തേക്ക് കയറിപ്പറ്റാൻ. ഒരു പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ? പിന്നെ ലിഫ്റ്റ്, ഇത് മാത്രമാണ് സിംഗിൾ പോയിന്റ് എൻട്രി, ഇവിടെ മറ്റാർക്കും പ്രവേശിക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ ആക്ടിവിറ്റിയും റെക്കോർഡാണ്. പിന്നെ എങ്ങനെയായിരിക്കും പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇത്രയധികം സാധനങ്ങൾ കട്ടെടുത്തുകൊണ്ട് പോവുക? പിന്നെ ഇവിടുത്തെ ചുവരുകളെല്ലാം കോൺക്രീറ്റും സ്റ്റീൽ പ്ലേറ്റും ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു? ഹീറോയിൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന്. അത് ഞാൻ താഴെ പോയിട്ട് പറയാമെന്നും പറഞ്ഞ് പോലീസുകാരൻ ഹീറോയിനെയും വിളിച്ചുകൊണ്ട് ബോസിന്റെ മുറിയിലേക്ക് വരുന്നു. ഈ സമയത്ത് ബോസ് ആ കൊള്ളക്കാരന് കൊടുക്കാൻ വേണ്ടി എല്ലാവരോടും പണം ചോദിച്ചിട്ടുണ്ടല്ലോ, അതിന് പങ്കായിട്ട് നമ്മുടെ സിൻക്ലെയർ ആ ഷെയർ ഹോൾഡർ ഒരു $5 മില്യൺ കൊടുക്കും ചെക്കായിട്ട്. ഇത് കാണുമ്പോൾ ബോസ് ദേഷ്യപ്പെട്ട് ആ ചെക്ക് കീറിക്കളയുന്നു. കമ്പനി ഇത്രയും ആപത്തിലായിരിക്കുമ്പോൾ നിന്റെ ചില്ലറ പൈസ വെച്ചിട്ടാണോ ഞാൻ ഈ കട അടയ്ക്കേണ്ടത്? മര്യാദയ്ക്ക് കമ്പനിക്ക് വേണ്ട നഷ്ടപരിഹാരം തരാൻ പറയും. അപ്പം അയാളാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് കൊള്ള നടന്നു എന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് എനിക്ക് പണം എടുത്ത് തരാൻ പറ്റുക? അതെല്ലാം ഞാൻ സമ്പാദിച്ച പണം തിരിച്ചു കിട്ടുമോ എന്നുറപ്പില്ലാത്ത ഡയമണ്ടിലേക്ക് എനിക്ക് പണം ഇറക്കാൻ പാടാണെന്ന് സിൻക്ലെയർ പറയും. ഈ സമയത്താണ് നമ്മുടെ പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. അയാൾ പറയും, ഇവിടുത്തെ ലക്ഷണങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കമ്പനിയിൽ കയറി കൊള്ളയടിക്കാൻ സാധ്യതയില്ല, അകത്തുള്ള ആള് തന്നെ, ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരോ തന്നെയാണ് ഡയമണ്ട്സ് മുഴുവൻ കൊള്ളയടിച്ചിരിക്കുന്നത്. ഒരാളോ അതിൽ കൂടുതൽ ആൾക്കാർക്കോ പങ്കാളിത്തമുണ്ടാകാം.